കുണുവാവയാണല്ലോ. കുണുവാവയെ രക്ഷിക്കാൻ റഹീമിക്ക നെഞ്ചം വിരിച്ചിറങ്ങിയെന്നൊക്കെയാണ് കേൾക്കുന്നത്. മെമ്മറി കാർഡ് കട്ടുബോധിച്ചതിന് പിന്നിൽ റഹീമിക്കാന്റെ കരങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അതാണ് നമുക്ക് അറിയേണ്ടത്. പ്രവർത്തിച്ചോ ഇല്ലേ, പ്രവർത്തിച്ചോ ഇല്ലേ, അത് നമുക്കറിയണം. എനിക്കൊരു സംശയം, കൊച്ചുനാൾ മുതലുള്ളതാണ്. എന്തിനാ? അതായത് രമണ, അന്ന് മേയറേച്ചിയും യദുവണ്ണനും കൂടി പൊരിഞ്ഞ പോര് നടന്ന രാത്രി, സച്ചിൻ സേട്ടൻ ബസിൽ ചാടിക്കയറിയ അതേ രാത്രി, അന്ന് മറ്റൊരു സംഭവം കൂടി നടന്നു. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? കണ്ടക്ടർ സുബിന്റെ ഫോണിൽ നിന്നൊരു കോള് പോകുന്നു. അതെ, അത് റഹീമിക്കയുടെ ഫോണിലേക്കാണ്. സുബിൻ കാര്യങ്ങൾ വിവരിക്കുന്നു. റഹീമിക്ക എന്തോ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. പുറത്ത് തല്ല്, അകത്ത് കോള്, പുറത്ത് തല്ല്, അകത്ത് കോള്. അതന്നെ, ഇവിടെ പാലുകാച്ച്, അവിടെ കല്യാണം. അതന്നെ ആ സംഭവം തന്നെ. പിന്നീട് നടന്നത് റഹീമിക്കാന്റെ തിരക്കഥയാണ്. നീ ആള് കൊള്ളാമല്ലോ. കൊള്ളാമല്ലേ? റഹീമിക്ക പത്രസമ്മേളനം വിളിക്കുന്നു, കുറെ മണ്ടത്തരങ്ങൾ വിളമ്പുന്നു, ആധികാരികമായ മണ്ടത്തരങ്ങൾ. ആ കണ്ടക്ടർ എന്റെ സുഹൃത്താണെന്നൊരു കീച്ചും. വൗ, വണ്ടർഫുൾ, അടിപൊളി. റഹീമിക്ക മണ്ടത്തരം ഒരു തെറ്റല്ല, പക്ഷെ അതൊരു അലങ്കാരമായി കൊണ്ട് നടക്കാൻ പാടുണ്ടോ? വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ഇന്റർവെൽ ആയപ്പോഴേക്ക് വൻ ട്വിസ്റ്റും കൊണ്ട് വന്നതാ. ചീറ്റിപ്പോയി. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ഈ പടം 100 കോടി ക്ലബിൽ കേറുവടാ. ബോക്സ് ഓഫീസർ റഹീമിക്ക തൂക്കിയെന്ന് പറഞ്ഞേക്കടേന്ന് ഇക്കാന്റെ പഞ്ച് ഡയലോഗ്. ആ അതെ, തൂക്കി. ഇപ്പോൾ ആ കണ്ടക്ടറെ പോലീസ് തൂക്കിയിട്ടുണ്ട്. പോലീസ് വെളുപ്പാൻ കാലത്ത് വീട് വളഞ്ഞാണ് തൂക്കിയത്. അങ്ങനെ പടക്കടകുതാഹവ എന്തൊക്കെ മേളായിരുന്നു. പാട്ട്, ഡാൻസ്, കൂത്ത്. താങ്ക്സ് മോനെ ദിനേശ, താങ്ക്സ് അടിച്ചു പൊളിക്കടാ.